എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പുഴയാണ് വരുന്നത്. എലത്തൂരാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇത്തവണ വീട്ടിൽ പോയപ്പോൾ സാധാരണ അവിടെ കുട്ടികളൊക്കെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ മീൻ പിടിക്കാനും ഞണ്ട് പിടിക്കാനും അങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണ 2 പേരുണ്ടായിരുന്നു. അവർ മുരുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് മുരുവിൻ്റെ ആ ഒരു കല്ല് ഇതുണ്ടല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറയട്ടെ, അവരൊക്കെ ഇത് എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള നന്നായിട്ട് നീന്താനൊക്കെ അറിയുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഇതുപോലെ പോയി പുഴയിലൊന്നും ചാടി വയ്ക്കരുത്. കാരണം വെക്കേഷനാണ്, ഈ സമയത്താണ് വേണ്ടാത്ത ഓരോ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പം നമ്മൾ വെക്കേഷൻ ആകുമ്പോൾ സാധാരണ ഞാനും കുറേ മുമ്പേ കേട്ടോ, ഇപ്പോൾ കുറേ ആയി ഇതുപോലെ പുഴയിൽ പകുതി അവിടെ മുരുക്കല്ല് എന്ന് പറയും, അതിൻ്റെ മുകളിൽ നിറച്ചിങ്ങനെ ഈ മുരു ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. പക്ഷേ എടുത്താലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. ഇത് എടുക്കുന്ന ആളുകൾക്ക് പൊതുവേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. അതായത് നമ്മളിത് എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളെ കൈയൊക്കെ ആകെ മുറിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവർ 2 പേരും ഇതിങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ വീട്ടിലേക്കായിരിക്കും. പക്ഷേ അതല്ല, അവർക്കത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അവർക്ക് അത് വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് പടക്കം വാങ്ങാൻ, അങ്ങനെ ഓരോ ഐഡിയാസൊക്കെ പറഞ്ഞു. ഒരുവിധം കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവർ ഈ വെക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിഷു ആയാൽ പിന്നെ പറയണ്ട, അവരെ ഇതുപോലെ എന്തെങ്കിലും കൊച്ചു പണിയൊക്കെ ചെയ്തിട്ട് പൈസയൊക്കെ കളക്ട് ചെയ്ത് പടക്കം വാങ്ങുക, അതൊക്കെയാണ് അവരുടെ മെയിൻ ഹോബി. അപ്പോൾ ഞാൻ അവരെടുക്കുന്ന കണ്ടപ്പോൾ അത് നോക്കാനായിട്ട് ചെന്നായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ട്. അവർ ഉച്ച സമയത്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞൊരു സമയമായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. അവർ കണ്ടല്ലോ ഈ ഗ്ലൗ ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ടും ഒരാളെ കാലിതാ അതിൻ്റെ ഇതിൽ തട്ടിയിട്ട് നന്നായിട്ട് കീറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ മുരുവെടുക്കുക ഇറങ്ങാനുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഈ മുരു സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ അവരങ്ങനെ ഒരു വലിയ റേറ്റൊക്കെ, അതായത് ഇവരൊരു ബോട്ടിലിന് 300 രൂപയ്ക്കാണ്. അതായത് നമ്മൾ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതിന് ഒരു 300 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് പറയാനൊന്നും നിൽക്കരുത്. കാരണം ഇത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിത് കാണുന്ന പോലെ ഒന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇതേപോലെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഞാനിവരടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം ഞാനും ഇവരടുത്ത് പറഞ്ഞു, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവർ റേറ്റൊക്കെ കുറച്ച് പറയുകയാണെങ്കിൽ കൊടുക്കാൻ നിൽക്കരുത്. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ എടുത്തിട്ടതാണ്. ഈ കാണുന്ന ഒരു ബോട്ടിലാണ് അവർ ഇതിൽ നിറച്ചിട്ടാണ് 300 രൂപയ്ക്ക് പറയുന്നത്. അവരെടുത്തതൊന്നും അതിൻ്റെ പകുതി പോലും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും പോയി കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് അവരിത് എടുത്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഇപ്പോൾ ഫ്രൈ ചെയ്താലും പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഞാൻ അവരുടെ ഈ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇങ്ങനൊരു സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ടാണ് ഇത് എടുക്കാൻ. അപ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്ത് ആരും ബാർഗെയിൻ ചെയ്യാനും നിൽക്കരുത്. അതുപോലെ ഞാൻ വീണ്ടും പറയാണ്, ഇവർക്ക് 2 പേർക്കും ഇതിനു മുമ്പ് ഇതിങ്ങനെ എടുത്തിട്ടും നീന്തിയിട്ടും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. പുഴയൊക്കെ ആകുമ്പോൾ അടിയൊഴുക്കൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുട്ടികളിതൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ വലിയ ആളുകളെ കൂട്ടിയിട്ട് വേണം പോവാൻ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ എത്ര നീന്തൽ എല്ലാം അറിയാമെന്ന് പറയുന്ന ആളുകളായാൽ പോലും ചില സമയത്ത് നമുക്കൊന്നും കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.